ഹായ്, നമസ്കാരം. നിറക്കുടുക്കയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു പുതിയ കഥ പറയട്ടെ. കഥയുടെ പേരെന്തെന്നോ? അഹങ്കാരിയായ ആന. പണ്ട് വലിയൊരു കാട്ടിൽ ധാരാളം മൃഗങ്ങൾ താമസിച്ചിരുന്നു. മനുഷ്യരെ പോലെ പല രൂപത്തിലും നിറത്തിലും വലിപ്പത്തിലും സൗന്ദര്യത്തിലും എല്ലാമുള്ള മൃഗങ്ങൾ. കൂടുതൽ മൃഗങ്ങളും ഏറെ സ്നേഹത്തോടെ സഹകരണത്തോടെ ജീവിച്ചപ്പോൾ ചിലർ അതിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു. അങ്ങനെയുള്ള ഒരു ആന, അവൻ്റെ പേര് മല്ലൻ. ആ കാട്ടിൽ മല്ലൻ വലിയ അഹങ്കാരത്തോടെ എല്ലാ മൃഗങ്ങളെയും പുച്ഛിച്ച് ആരെയും വകവയ്ക്കാതെ അഹങ്കാരത്തോടെ നടന്നിരുന്നു. എന്നിൽ കവിഞ്ഞ് ആരുമില്ലെന്ന ചിന്തയായിരുന്നു അവനെപ്പോഴും. അവൻ ആ കാട്ടിലെ ആരെയും ശ്രദ്ധിച്ചതേയില്ല. എനിക്ക് ആരുടെയും ആവശ്യമില്ല, ഞാൻ അത്രമാത്രം ശക്തിമാനാണ് എന്നായിരുന്നു ആനയുടെ ചിന്ത. കാട്ടിൽ തന്നെ ഒരു കുഞ്ഞൻ എലിയുണ്ടായിരുന്നു. അവനെ കാട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇത്തിരി പോന്ന അവൻ എല്ലായിടത്തും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെട്ട് ഓടിച്ചാടി നടന്നു. അങ്ങനെ ഒരു ദിവസം എലി ചാടിക്കളിച്ച് ആനയുടെ പുറത്തും ചെന്ന് കയറി. ഹോ, ആന അങ്ങ് തുടങ്ങിയില്ലേ ബഹളം. നീ ആരാടാ എൻ്റെ പുറത്ത് കയറാൻ? നിന്നെ ഞാനിപ്പോൾ എന്നു പറഞ്ഞതും അവൻ്റെ തലയും ഉടലും എല്ലാം പലവട്ടം കുലുക്കി പാവം എലിയെ താഴെയിട്ടു. എലി വളരെ മാന്യമായി പറഞ്ഞു, ഇത് നല്ലതല്ല മല്ല. ആർക്ക് ആരെ എപ്പോഴാണ് ആവശ്യം വരിക എന്നറിയില്ല. ഉടനെ ആന കളിയാക്കി പറഞ്ഞു, പിന്നല്ലേന്ന്, നിന്നെയല്ലേ എനിക്ക് ആവശ്യം വരിക, നിൻ്റെ സഹായമോ? എന്നിട്ടൊന്ന് പരിഹസിച്ചലറി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മല്ലനാന വേട്ടക്കാരുടെ വലയിൽപ്പെട്ടു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവനാവതും ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. അപ്പോഴുണ്ട് എന്തോ ഒരു ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞനെലിയില്ലേ, അവൻ വല കടിച്ചു മുറിക്കുന്നു. മല്ലൻ ലജ്ജിച്ച് തല താഴ്ത്തി. അങ്ങനെ ആ കുഞ്ഞനെലി ആ മല്ലനാനയെ രക്ഷപ്പെടുത്തി. ഓ, എന്താ അല്ലേ? ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അല്ലേ? പക്ഷേ അതാണ് സത്യം. ആരെയാണ് നമുക്കെപ്പോഴാണ് ആവശ്യമെന്ന് അറിയില്ല. എല്ലാവരോടും നല്ല മനസ്സോടെ നന്നായി പെരുമാറുക. ആർക്കും ഈശ്വരൻ ഒരു വേർതിരിവും കൽപ്പിച്ചിട്ടില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ആർക്കും വലിപ്പച്ചെറുപ്പവുമില്ല. പരസ്പര സ്നേഹത്തോടെ ജീവിച്ചാൽ എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ കഥയുടെ ഗുണപാഠം മനസ്സിലായോ? ആരെയും നിസ്സാരമായി കണക്കാക്കരുത്. എല്ലാവരും തുല്യരാണ്. അങ്ങനെയെങ്കിൽ അടുത്ത കഥയുമായി അടുത്ത ദിവസം.